ഉള്ള ഈ ഒരു ടൈപ്പിൻ്റെ പരസ്യം തന്നെയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. ലൈവ് വെള്ളത്തിലേക്ക് ഒട്ടിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഒന്ന് തന്നെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് നമ്മുടെ തുണിയെടുത്ത് പഴയ പോലെ തന്നെ അതങ്ങോട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഫാൻറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ഫസുൽ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വാട്ടർ ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒട്ടും എന്ന് അവകാശപ്പെടുന്നൊരു ടൈപ്പ്. ഇതെന്തോ മാത്രം ശരിയാണ്, വെള്ളത്തിൽ ഒട്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കെല്ലാം വീഡിയോയിലൂടെ തന്നെ പോയി നേരിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യം മറന്നു പോകരുത്. ഒപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, കണ്ടിട്ട് വരാം. നല്ലതാണോ ചീത്തതാണോ? നമ്മൾ പലരും ഈ ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് പലരും വാങ്ങിച്ചിട്ടും ഉണ്ടാവും. അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞുതരാം, നല്ലതാണോ ചീത്തയാണോ. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ആമസോണിലുള്ള ഈ ഒരു ടൈപ്പിൻ്റെ പരസ്യം തന്നെയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. അപ്പം ഇത് അതുപോലെ തന്നെയാണോ അല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പലർക്കും ഡൗട്ടുണ്ടാവും. ആ ഡൗട്ട് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ തീർക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രം എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഡ്രം പൊട്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രം എടുത്ത് നമുക്കൊന്ന് നോക്കാം, ഒരു പരസ്യവും നമ്മുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസും ഈക്വലാണോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു തീരുമാനമാവും. അങ്ങനെതാ വെള്ളമൊഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് കണ്ടല്ലോ, ഈ ഒരു പൊട്ടൽ കൊണ്ടാണ് ഈ ഡ്രമ്മ് മാറ്റിയിട്ടത്. അപ്പം ഈ ഒരു ടേപ്പ് കൊണ്ട് നമുക്ക് ഈ ഒരു പൊട്ടൽ മാറ്റാവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടേപ്പ് പകുതിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഈ പകുതിയായിട്ട് കട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് വീതിയുണ്ട്. അപ്പോൾ വീതി അത്രയും വേണ്ട അതിന്. അപ്പോൾ ഈ ഇത്രയും വീതി കൊണ്ട് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു എക്സ്പെരിമെൻ്റാണ്. നേരെ ഡയറക്റ്റ് ലൈവ് വെള്ളത്തിലേക്ക് ഒട്ടിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഐറ്റം, നിൽക്കുമോ ഇല്ലയോ. ഒട്ടിച്ച് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നോക്കട്ടെ, ഒരു വെള്ളം വരുന്നുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് ടൈറ്റാക്കി ഒന്ന് വെച്ച് നോക്കാം. പക്ഷേ നിൽക്കുന്നില്ല കേട്ടോ, നല്ലപോലെ വെച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. അപ്പം ആ ഒരു സംഭവം പാളി, അത് നടക്കത്തില്ല. നമുക്ക് പൊളിച്ച് നോക്കാം പശ അതിനകത്ത് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച്. വെള്ളം വരുന്നുണ്ട്, അത് പൊളിച്ചപ്പോഴത്തേക്ക് ഒട്ടും പശ അതുമേ പറ്റിയിട്ട് പോലും ഇല്ല. നമ്മൾ ആ ടേപ്പിൽ തൊട്ട് നോക്കിയിട്ട് ഒരു പശ മയം പോലും ഇല്ല. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഈ ഒരു ടേപ്പ് ഒട്ടത്തില്ല എന്ന് തന്നെയാണ്. അതിനുശേഷം ആ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് ഡ്രൈ ആയിട്ടൊന്ന് നമുക്കൊന്ന് ഒട്ടിക്കാം. നമ്മൾ തൂത്തിട്ട് നല്ലപോലെ വെള്ളമയമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ച് വെച്ച് നോക്കാം നിൽക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നമ്മളെല്ലാ പോസിബിലിറ്റീസും നോക്കണമല്ലോ. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രമേ ഒരു സാധനം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാവൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തൂത്തതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് വെച്ച് നല്ലപോലെ അങ്ങോട്ട് ഒട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം. ഇത് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ അപ്പോൾ തീരുമാനമാവും. കണ്ടല്ലോ, വെള്ളം ഒഴിച്ച് നിറഞ്ഞപ്പോഴത്തേക്ക് പണി കിട്ടി, വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇനി പകുതി ഒട്ടിച്ചതുകൊണ്ടാണോ ഈ ഒരു പ്രശ്നം എന്നറിയാൻ മേലാത്തതുകൊണ്ട് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ഒട്ടിച്ച് നോക്കാം. ഇനി കട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് ആ ഒരു വീതിക്ക് തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് ഒട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് ആ തുണി കൊണ്ട് വെള്ളം മൊത്തം അങ്ങോട്ട് തൂത്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ടേപ്പ് എടുക്കുക. മൊത്തത്തിൽ അങ്ങോട്ട് വെള്ളമൊന്നും ഉണ്ടാവരുത്, വെള്ളം ഉണ്ടാകാത്ത രീതിയിൽ മൊത്തം തൂത്ത് കളഞ്ഞതിന് ശേഷം ആ വീതിക്ക് തന്നെ ടേപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് പൊളിച്ച് നേരെ ഒന്ന് ഒട്ടിച്ച് നോക്കാം. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ഫുള്ളായിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഇതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കുക. എല്ലാം പഴുതും നമ്മൾ അടക്കണം, വെള്ളം വരാനുള്ള. ഇനി വെള്ളം വരുവാണെങ്കിൽ നമ്മുടെ പ്രശ്നമല്ല, ടേപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. കണ്ടല്ലോ, ഇതേപോലെ അടിപൊളിയായിട്ട് ചെയ്യുക. വെള്ളം നിറച്ചിട്ട് നമുക്ക് താഴെ നിന്ന് നോക്കിയാലോ വെള്ളം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കൊന്ന് താഴെ ഒന്ന് പോയി നോക്കാം വെള്ളം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ വരുന്നില്ല. ഇനിയൊരു പരീക്ഷണം കൂടിയുണ്ട്. എന്താണെന്നല്ലേ, ഈ ഒരു പരീക്ഷണം ഇതേപോലെ തുറന്നിട്ട് തിരിച്ചൊട്ടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളം നിൽക്കുന്നു എന്ന് കാണുന്നത്. അതേപോലെ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. പൊളിക്കുമ്പോഴത്തേക്ക് വെള്ളം വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ച് അതേപോലെ ഒന്ന് തന്നെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെക്കാം. വെള്ളം നിൽക്കുമോ? വെള്ളം നിന്നിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇപ്പം അത്യാവശ്യം വെള്ളം നിന്നിട്ടുണ്ട്, തൽക്കാലത്തേക്ക് നിന്നിട്ടുണ്ട്. പക്ഷേ ഇത് പെർമനൻ്റായിട്ട് നിൽക്കും എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ ആർക്കും വേണ്ട. ഇത് ഇങ്ങനെ ഒട്ടിച്ച് ഞാൻ കുറച്ച് നേരം വീടിനകത്ത് പോയിരുന്നു, കൊള്ളാം കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് വീഡിയോ നല്ലതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ പോയിരുന്നു. അപ്പം പുറത്തൊരൊച്ച കേട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ച ഇതാണ്, വെള്ളം അതുവഴി ലീക്കായിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ കമത്തി കളഞ്ഞതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിച്ച് കളഞ്ഞ്. ഇനി ചിലപ്പോൾ പൊളിച്ചൊട്ടിച്ചത് കൊണ്ടാണോ ഈ വെള്ളം വന്നത് എന്നറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊന്ന് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ തുണിയെടുത്ത് പഴയ പോലെ തന്നെ അതങ്ങോട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യുക.
ക്ലീൻ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും. ടേപ്പ് എടുക്കുക, ടേപ്പ് എടുത്ത് വെച്ചും നല്ലപോലെ അതുമേലേക്ക് വെച്ച് ഒട്ടിച്ച് നല്ലപോലെ തന്നെ അതുമേലേക്ക് തേച്ച് പിടിപ്പിക്കുക. കാര്യം ഒരു പഴുത് പോലും വെള്ളം വരാണ്ടൊരു പഴുത് പോലും നമ്മൾ വിട്ടേക്കരുത്. എല്ലാ പഴുതും നമ്മൾ തേച്ച് അങ്ങോട്ട് അടച്ചേക്കുക. കാര്യം ഇനി ഒരു പരീക്ഷണത്തിലില്ല. ഇത് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ടേപ്പ് നമ്മളങ്ങോട്ട് ഈ ഒരു പർപ്പസിന് കൊള്ളത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഒന്ന് ഒട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് നോക്കാം. നിൽക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ പൊളിച്ചതുകൊണ്ടാവാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം വന്നത്. ഇതിന് ചിലപ്പം അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിനകത്തിരുന്നപ്പം അതേപോലെ തന്നെ സൗണ്ട് കേട്ട് വന്ന് തിരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇത് തന്നെ അവസ്ഥ, വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ തീരുമാനമായാലോ. ഇപ്പോൾ പ്രഷറുള്ള വെള്ളത്തിലാണെങ്കിൽ ഈ ഒരു ടേപ്പ് നിൽക്കത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ 100% ഉറപ്പായി. വേസ്റ്റ് വെള്ളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, നിന്നോളും. അതുപോലെ തന്നെ റൂഫിലാണെങ്കിലും കുഴപ്പമില്ല, നിന്നോളും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.